നല്ല കിടിലൻ ടേസ്റ്റിൽ നമുക്കൊരു മയോ ചിക്കൻ ബണ്ണാണ്, അല്ലെങ്കിൽ ചിക്കൻ സാൻഡ്വിച്ചോ എങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാം നമുക്കിതിന്. ഇതിൽ നിന്ന് ഒരു പീസ് കഴിച്ചാൽ മതി കേട്ടാ, നമ്മുടെ വയറും നിറയും മനസ്സും നിറയും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി നമുക്ക് ബണ്ണുണ്ടാക്കാൻ ആദ്യം തന്നെ ഇതിനു വേണ്ടി 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ ചെറിയ ചൂടുവെള്ളമാണ്. അതിലോട്ട് 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി 2 കപ്പ് മൈദയും അതിലോട്ട് 2 ടീസ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തിട്ട് നമ്മൾ നേരത്തെ പൊങ്ങാൻ വേണ്ടി വെച്ചിരുന്ന ഈസ്റ്റിൻ്റെ മിക്സും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് 1 മണിക്കൂർ ഒന്ന് പൊങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഈ സമയം നമുക്കിവിടെ ചിക്കൻ ആണെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസസായിട്ട് കട്ട് ചെയ്തെടുത്ത ചിക്കനാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ അവിടെ കിടന്ന് ഫ്രൈ ആവട്ടെ. ഇനി നമുക്ക് വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരറ്റ്, ക്യാപ്സിക്കം, സവാള, ഇത് 3ഉം ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ തന്നെ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരം വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് വഴന്നാൽ മാത്രം മതി. ആദ്യം സവാളയും ക്യാരറ്റും കൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ പേസ്റ്റ് ആക്കിയതാണ്, ഇത്തിരി മതിയാകും. അത് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ക്യാപ്സിക്കം നേരത്തെ കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുത്ത് എന്ന് വഴറ്റിയിട്ട് 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒരുപാട് സ്പൈസസ് ഒന്നുമല്ല, മയോണൈസൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇനി നമുക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് 1 ടേബിൾ സ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മാവ് അത് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അതിനി നല്ലതുപോലെ ഒന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കുന്നവരെ നമ്മളൊന്ന് ജസ്റ്റ് നല്ലതുപോലെ ഒന്ന് കുഴച്ച് ഉരുട്ടി പരത്തി എടുക്കണം. എന്നിട്ട് ഇതേപോലെ വലുതായിട്ടൊന്ന് പരത്തിയിട്ട് ഞാനിത് ഇവിടെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. റോൾ ചെയ്തിട്ട് ഒരു ബേക്കിംഗ് ടിന്നിനകത്ത് ആക്കിയിട്ട് കുറച്ച് നേരം പൊങ്ങാൻ വേണ്ടി അരമണിക്കൂറോളം വെച്ചിട്ട് പിന്നെ ഒരു മുട്ട എടുത്ത് പൊട്ടിച്ച് അതിലോട്ട് നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് അതൊന്ന് മുട്ടയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിവിടെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. നല്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല സോഫ്റ്റ് ബണ്ണാണ്. ഇനി നമുക്ക് ബണ്ണ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഞാൻ കുറച്ച് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മയോണൈസ് സ്പ്രെഡായി ചെയ്തതിന് ശേഷം അതിലോട്ട് നമ്മൾ ചിക്കൻ്റെ ഫില്ലിങ്, ആ ഫില്ലിങ്ങിനകത്ത് ഞാൻ 2 ടേബിൾ സ്പൂൺ മയോണൈസും കൂടെ ചേർത്താണ്. അതാണ് ഈ ഒരു കളർ വന്നത്. തണുത്തതിന് ശേഷം ചേർക്കാവും. അതും കൂടെ ചേർത്ത് നമ്മൾ ബണ്ണിനകത്ത് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ബണ്ണിനകത്തോട്ട് മാക്സിമം ഫില്ലിങ് നിറയ്ക്കാൻ പറ്റുന്നിടത്തോളം നിറച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മയോണൈസും കൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് കഴിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു ഫ്ലേവർ, ഒരു ടേസ്റ്റും ഒക്കെ ആയിരിക്കും ഇങ്ങനെ നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും. കടയിൽ നിന്ന് ഇത് നമ്മൾ വാങ്ങിച്ച് കഴിക്കുമ്പോൾ തന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ. കാരണം നമ്മൾ ഒരുപാട് ചിക്കനും ഫില്ലിങ്സും ഒക്കെ അധികം ചേർക്കുന്നത് കൊണ്ട് തന്നെ. കണ്ടില്ലേ, എൻ്റെ മയോ ചിക്കൻ ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. നല്ല കിടിലൻ ടേസ്റ്റുള്ള ഈ ഒരു ചിക്കൻ ബൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അത്ര വലിയ പാടൊന്നുമില്ല ഇത് ഉണ്ടാക്കി നോക്കാനായിട്ട്. ബന്ന് നമുക്ക് ഉണ്ടാക്കുന്ന അത്രയും താമസം മാത്രമേ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ കടയിൽ നിന്ന് ബന്ന് വാങ്ങിച്ചിട്ട് ഫില്ലിങ് ഇതേപോലെ ചെയ്ത് കൊടുത്താലും മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ, അപ്പാര ടേസ്റ്റാണ്. ഒരു പീസ് കഴിച്ചാൽ നിറയും മനസ്സും നിറയും. ഉറപ്പായിട്ട് ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതല്ലേ, അപ്പോൾ ഒരു വെറൈറ്റിക്ക് നമുക്ക് വീട്ടിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. സിമ്പിൾ റെസിപ്പിയാണ്. ബന്നൊന്ന് ബേക്കാവുന്ന സമയം മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. ടാറ്റാ.